ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനെ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ജീവിതം, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ജീവിതം. അവിരാമം ഞങ്ങൾ പാടാം ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലി വേദിയിലെന്നും. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലി വേദിയിലെന്നും. അതിമോദം ഞങ്ങൾ പാടാം ആരാധന ആരാധന നാഥ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു ആരാധിക്കുന്നു ഈശോയെ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഈശോ 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 ഈശോ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ അടിച്ചു പാടാം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഒച്ചത്തിൽ പാടാം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. കാലുകളേറെക്കൂറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. കാലുകളേറെക്കൂറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെക്കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കുന്നു ആരാധിക്കുന്നു. ആരാധന 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 ആരാധന. ഗ്ലോറിയ.
ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിടുതലും സൗഖ്യവും തരണമേ കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചേ ഈശോയെ, കരങ്ങളടിച്ച് സ്വരം ഉയർത്തി പാടിക്കേ. ഹൃദയം തുറന്ന് ആരാധിച്ച്, ഹൃദയം തുറന്ന് പാടിക്കേ. മനസ്സിനെ വിട്ടുകൊടുത്തേ. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചത് ഉള്ളിൽ പോലും നനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചത് ഉള്ളിൽ പോലും നനച്ചതല്ല. ദയ തോന്നി എൻ്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നേ. ദയ തോന്നി എൻ്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന, ഈശോയേ ആരാധിക്കുന്ന തിരുനാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ മക്കൾക്കും രോഗസൗഖ്യവും വിടുതലും അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ. ശാന്തമായിട്ട് നമുക്ക് ഇരിക്കാം. കരങ്ങൾ മടിയിൽ തുറന്നു വെച്ച് സിസ്റ്റർ പറഞ്ഞു തരുന്ന പ്രാർത്ഥനയെ ഏറ്റു ചെല്ലാം. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞാൻ എന്നെ പൂർണ്ണമായും ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ മക്കളിലേക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഈശോ ഒന്ന് കടന്നു വരണമേ. ഈശോ ഒന്ന് കടന്നു വരണമേ. ഞാൻ ഈശോയെ ആരാധിക്കുമ്പോൾ, ഞാൻ ഈശോയെ മഹത്വപ്പെടുത്തുമ്പോൾ എൻ്റെ കുടുംബത്തിന് തന്നെ ഒരു വിടുതൽ തരണമേ. ഏതെങ്കിലും വഴികളിലൂടെ ആദി മാതാപിതാക്കളെ സാത്താൻ വഞ്ചിച്ചതുപോലെ എന്നെയും എൻ്റെ കുടുംബത്തെയും സാത്താൻ വഞ്ചിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിൽ, എൻ്റെ ഈശോയെ അങ്ങ് ഇടപെടണമേ, അങ്ങ് ഇടപെടണമേ. സാത്താനെയും അവൻ്റെ സകല തന്ത്രങ്ങളെയും അങ്ങ് തകർക്കണമേ, തകർക്കണമേ. ഈശോയെ, പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാൻ അവസാനത്തുള്ളി രക്തം വരെ ചിന്തിയ എൻ്റെ ഈശോയെ, അങ്ങയുടെ തിരുരക്തം എൻ്റെ കുടുംബത്തിലേക്ക് തളിച്ച് തിന്മയുടെ ശക്തിയെ നിർവീര്യമാക്കി കളയണമേ, നിർവീര്യമാക്കി കളയണമേ. പിതാവിനെ അറിയുന്നതിൽ നിന്ന്, പിതാവിനെ സ്നേഹിക്കുന്നതിൽ നിന്ന്, പിതാവിൻ്റെ പദ്ധതികളിൽ നിന്ന് എന്നെ അകറ്റുന്ന എല്ലാറ്റിൽ നിന്ന് എന്നെ വിടുവിക്കണം.
വിടുവിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് ഒരുപാട് സൗഖ്യം നമുക്ക് തരുന്ന നിമിഷമാണ്. കഴുത്തിന് വേദന മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നുണ്ട്. സൗഖ്യം പ്രാപിക്കുക. ഒരു വലത്തെ കരം ഉയർത്താൻ പറ്റാതെ പൊക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു വിധത്തിലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ വലിയ പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നുണ്ട്. യൂട്രസ് സംബന്ധമായ രോഗത്തിൽ നിന്നുള്ള വിടുതൽ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. നട്ടലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കമ്പി ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു ആ കുഞ്ഞ് ജനിച്ചപ്പം മുതൽ വല്ലാത്ത കരച്ചിലാണ്. ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ആരോ പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിന് ഈശോ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കും. സമാധാനം കൊടുക്കാൻ, അവരോട് രമ്യതപ്പെടാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. പൗരോഹിത്യത്തെ നിങ്ങൾ വേണ്ടതുപോലെ ബഹുമാനിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. വളരെ തകർന്ന ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് കർത്താവ് ഒരു കുടുംബത്തെ ഉയർച്ചയിലേക്ക് നയിക്കുന്നുണ്ട്. വിട്ടുകൊടുക്കാൻ പറ്റാതെ കൈ ഇങ്ങനെ മസിൽ പിടിച്ച് വളരെ മർക്കട മുഷ്ടിയോടെ നിൽക്കുന്ന ഒരു വ്യക്തിയോട് അനുദപിച്ച് വിട്ടുകൊടുക്കാനായിട്ട് ഈശോ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വലിയൊരു പ്രാവിന്റെ രൂപത്തില് നമ്മുടെ വചനകൂടാരത്തിൽ വന്നു നിൽക്കുന്നതും ആ ആത്മാവിന്റെ വലിയൊരു സഞ്ചാരം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും കാണിക്കുന്നു. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഇടമാണ് കർത്താവിന്റെ ആലയം എന്ന് ഈശോ പ്രഖ്യാപിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന വല്യപ്പച്ചന്മാരോടും വല്യമ്മച്ചിമാരോടും ഈശോ പറയുന്നു, നിങ്ങളുടെ കുഞ്ഞു മക്കളെ കൂടുതൽ ശ്രദ്ധിക്കാനും കൂടുതൽ സ്നേഹിക്കാനും അവരെ കൂടുതൽ പരിഗണിക്കാനും ആവശ്യപ്പെടുന്നു. ഒരു ഇന്റർവ്യൂവിന് ഒത്തിരി പ്രാവശ്യം ഇന്റർവ്യൂവിന് പോയിട്ട് പാസ്സാകാൻ പറ്റാതിരുന്ന ഒരു വ്യക്തിക്ക് ഇന്റർവ്യൂ പാസ്സാകാനുള്ള കൃപ കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നു. പറയുകയാണ്, നിങ്ങൾ വിത്ത് വിതയ്ക്കുക, അത് പാഴായി പോകാതെ ഞാൻ മുളപ്പിക്കുമെന്ന് പറയുന്നു. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുക, ബാക്കി കാര്യങ്ങൾ തമ്പുരാൻ ചെയ്തുകൊള്ളുമെന്ന് ഒരു വാക്ക് ദൈവം തരികയാണ്. ചിന്നമ്മ എന്ന് പേരുള്ള ഒരു മകളെ ഈശോ അനുഗ്രഹിക്കുന്നു. നന്മയുടെ രൂപത്തിൽ ഒരു തിന്മ ഒരു വ്യക്തിയെ വിഴുങ്ങാൻ ഒരുങ്ങുന്നതായിട്ട് ഈശോ കാണിക്കുന്നു. വളരെ ശ്രദ്ധയുണ്ടായിരിക്കണം. നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ട് ഈശോ വ്യക്തിയോട് പറയുകയാണ്. യൂട്രസ് റിമൂവ് ചെയ്തതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഒരു പെൺകുട്ടി വലിയ തിന്മയുടെ ബന്ധനത്തിൽ കഴിയുന്നു. ആ പെൺകുട്ടിക്ക് വിടുതൽ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. നടുവിന് വേദനയ്ക്ക് ഈശോ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഒരു അമ്മയുടെ കൈയുടെ വേദന ഈശോ പൂർണ്ണമായിട്ട് മാറ്റി കൊടുത്ത് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. സ്ഥലവും വീടും വിൽക്കാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒത്തിരി ആന്തരിക സൗഖ്യ അനുഭവം കൊടുത്ത് കർത്താവ് ചിലരെ അനുഗ്രഹിക്കുന്നു. വലിയ ഭാരമൊക്കെ എടുത്തു മാറ്റപ്പെടുന്ന അനുഭവം, വലിയ മനസ്സമാധാനം ലഭിക്കുന്ന അനുഭവം കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നു. കിണറ്റിൽ വെള്ളമില്ലാത്ത മൂലം വിഷമിച്ചിരുന്ന ഒരു
കുടുംബത്തിന് കിണറ്റിന് ധാരാളം വെള്ളം കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നു. സ്തുതിക്കുന്നു. അന്ധവിശ്വാസത്തിൽ നിന്ന് വിട്ടുമാറാൻ ഈശോ ആവശ്യപ്പെടുന്നു. ഒരു ചെവിക്ക് വേദനയും കേൾവിക്കുറവും അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയോട് കൂടുതൽ ശ്രദ്ധയോടെ ആയിരിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. വീടിന്റെ മുകളിലേക്ക് മരം വീണ് അപകടമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാൻ കർത്താവ് പല്ലുവേദന മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. കാലിന്റെ കുഴയ്ക്കുണ്ടായിരുന്ന വേദന കർത്താവ് സൗഖ്യപ്പെടുത്തി ഭ്രൂണഹത്യ ചെയ്തത് പറഞ്ഞു കുമ്പസാരിച്ച് അനുദപിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരു കൂട്ട യുവജനങ്ങളെ കർത്താവ് കാണിക്കുന്നു. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നു. വലത്തുകര ഉയർത്തിപ്പിടിച്ച് എല്ലാ യുവജനങ്ങളുടെ മേലും അവരുടെ തെറ്റായ നടപടികളെ, നിലപാടുകളെ, തെറ്റായ കൂട്ടുചേരലുകളെ, തെറ്റായ ബന്ധങ്ങളെ, മയക്കുമരുന്നിനും മദ്യത്തിനും എല്ലാം അടിമപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ടീച്ചറിന് പ്രൊമോഷൻ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. കാലില് മസിൽ കയറുന്ന മൂലം വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈ ആലയത്തിന്റെ മുൻപിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യത്തെ അനുസ്മരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തി അനുഗ്രഹം പ്രാപിച്ചു പോകുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. തലവേദന അനുഭവിക്കുന്ന വ്യക്തിക്ക് സൗഖ്യം കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നു. വചനം വായിക്കാനുള്ള വലിയ അഭിഷേകം കൊടുത്ത് കർത്താവ് ഒരു വ്യക്തി പരീക്ഷയിൽ ഉന്നത വിജയം കൊടുത്ത് കർത്താവ് ഒരാളെ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ള ഒരു വ്യക്തിക്ക് അമ്മ വഴി ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. ഒരു പെൺകുട്ടിക്ക് തെറ്റായ പ്രേമ ബന്ധത്തിൽ നിന്നുള്ള വിടുതൽ കൊടുത്ത് കർത്താവ് വണ്ടിയില് പെട്രോൾ അടിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായി ഇന്ധനം നിറയ്ക്കുന്ന നിമിഷമാണിത് ഈശോ ഓർമ്മപ്പെടുത്തുന്നു. നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. മാതാപിതാക്കളോട് കലഹിച്ച് പിണങ്ങി നിൽക്കുന്ന വ്യക്തിക്ക് രമ്യതപ്പെടാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈ സാൻജോ ഭവന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഈശോ പറയുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഈ ഭവനത്തിന് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നു. വലത്തുവശത്ത് തളർച്ച അനുഭവപ്പെടുന്ന ഒരു മകനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഇടത്ത് കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ട ഒരു മകനെ ഈശോ സ്പർശിക്കുന്നു. ഇടിമിന്നലിൽ നിന്ന് കർത്താവ് അത്ഭുതകരമായ രീതിയിൽ സംരക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഫുട്ബോൾ കളിയിലേക്ക് അമിതമായിട്ട് ശ്രദ്ധ ചെലുത്തുന്ന കൊച്ചിനെ പിന്തിരിപ്പിക്കാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നു. വെള്ളത്തിൽ വീണുണ്ടാകാനുള്ള ഒരു അപകടത്തിൽ നിന്ന് കുട്ടിയെ രക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നു. തെങ്ങ് കയറുന്ന ഒരു സഹോദരനോട് പെരുന്തേനീച്ചയെ ശ്രദ്ധിക്കാനായിട്ട്, അപകടം ഉണ്ടാകാതെ സൂക്ഷിക്കാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നു. എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ ആരാധിക്കുന്ന 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 പാടി നന്ദി പറഞ്ഞു. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ, ആദിയലായുസ്സിനെ നീക്കാനാകുമോ നരനുലകിൽ.
കരങ്ങളടിച്ചു പാടാം. മകനെ അസ്വസ്ഥനാകരുതേ, ആദിയനായുസ്സിനെ നീക്കാനാകുമോ നരനുലകിൽ. എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് പാടിക്കേ. എല്ലാ ആകുലതകളെ വിട്ടുകൊടുത്തു, അസ്വസ്ഥതകളെ വിട്ടുകൊടുത്തു. സോളമനേക്കാൾ മോടിയിലാ ലില്ലിപ്പൂവുകളണിപ്പോൻ, സോളമനേക്കാൾ മോടിയിലാ ലില്ലിപ്പൂവുകളണിപ്പോൻ. നിന്നെ കരുതി നിനച്ചിടുമേ, പിന്നെ നിനക്കെന്താശങ്ക. നിന്നെ കരുതി നിനച്ചിടുമേ, പിന്നെ കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് പാടാം. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ, ആദിയനായുസ്സിനെ നീട്ടാനാവുമോ നരനുലകിൽ. വിതയും കൊയ്ത്തും കലവറയും അറിവില്ലാത്തൊരു പറവകളെ, വിതയും കൊയ്ത്തും കലവറയും അറിവില്ലാത്തൊരു പറവകളെ, പോറ്റും കരുണാമയനല്ലോ വത്സലതാതൻ പാലകനായി. പോറ്റും കരുണാമയനല്ലോ വത്സലതാതൻ. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് പാടാം. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ, ആദിയനായുസ്സിനെ നീട്ടാനാകുമോ നരനുലകിൽ. നമ്മളിനി മധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ്. കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച് നല്ല ഉറക്കാൻ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോയി എന്ന മകനെ സമർപ്പിക്കാം. മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന അമൽ എന്ന മകനെ സമർപ്പിക്കാം. കടബാധ്യത മാറാൻ ആഗ്രഹിക്കുന്ന ജോസ് എന്ന മകനെ സമർപ്പിക്കാം. ഡിപ്രഷനിൽ നിന്നും വിടുതൽ കിട്ടാൻ ആഗ്രഹിക്കുന്ന അലൻ എന്ന മകനെ സമർപ്പിക്കാം. രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഷൈജു എന്ന മകനെ സമർപ്പിക്കാം. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മൃദുല എന്ന മകളെ സമർപ്പിക്കാം. ആത്മാവിൽ നിറയാൻ ആഗ്രഹിക്കുന്ന സുബിത എന്ന മകളെ സമർപ്പിക്കാം. കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന റോയി എന്ന മകനെ സമർപ്പിക്കാം. സ്ഥലം വിൽപ്പിനെ ആഗ്രഹിക്കുന്ന ഫിലിപ്പ് എന്ന മകനെ സമർപ്പിക്കാം. ഭയം വിട്ടുമാറാൻ ആഗ്രഹിക്കുന്ന ഷൈൽ എന്ന മകനെ സമർപ്പിക്കാം. രോഗശാന്തി ആഗ്രഹിക്കുന്ന ജിൻസി എന്ന മകളെ സമർപ്പിക്കാം. വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്ന ജോയൽ എന്ന മകനെ സമർപ്പിക്കാം. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സിസ്ലി എന്ന മകളെ സമർപ്പിക്കാം. മദ്യപാനം മാറാൻ ആഗ്രഹിക്കുന്ന ജോസ് എന്ന മകനെ സമർപ്പിക്കാം. ദൈവവിശ്വാസം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന പോപ്പിൻസ് എന്ന മകനെ സമർപ്പിക്കാം. രോഗശാന്തി ആഗ്രഹിക്കുന്ന സുനിൽ എന്ന മകനെ സമർപ്പിക്കാം. ജർമ്മൻ ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ക്രിസ്റ്റീന എന്ന മകളെ സമർപ്പിക്കാം. കടബാധ്യത മാറാൻ ആഗ്രഹിക്കുന്ന ബിൻസി എന്ന മകളെ സമർപ്പിക്കാം. എക്സാം എഴുതുന്ന സഞ്ജു വർഗീസ് എന്ന മകനെ സമർപ്പിക്കാം. ആരോഗ്യം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവിൽ നിറയാനും ആഗ്രഹിക്കുന്ന മേരി വർഗീസ് എന്ന മകളെ സമർപ്പിക്കാം. +1 അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ജോൺ ജിയോ എന്ന മകനെ സമർപ്പിക്കാം. മദ്യപാനം മാറാൻ ആഗ്രഹിക്കുന്ന അനീഷ് എന്ന മകനെ സമർപ്പിക്കാം. കുടുംബജീവിതം വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ബിൻസി അനീഷ് എന്നീ മക്കളെ സമർപ്പിക്കാം. ബിറ്റി പരീക്ഷ ഭാഷ പാസ്സാകേണ്ട ദിയ എന്ന മകളെ സമർപ്പിക്കാം. സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന റഹന എന്ന മകളെ സമർപ്പിക്കാം. ജീവിത വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൻഡോ എന്ന മകനെ സമർപ്പിക്കാം. ഇന്റർവ്യൂവിന് പാസ്സാകണ ആകാനൊക്കെയിരിക്കുന്ന ബെൽജിത്ത് എന്ന മകനെ സമർപ്പിക്കാം. B2 എക്സാം പാസ്സാകേണ്ട മരിയ എന്ന മകളെ സമർപ്പിക്കാം. ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ലിതിയ എന്ന മകളെ സമർപ്പിക്കാം. സെമിനാരിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ബെനഡിക്റ്റ് എന്ന മകനെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൽ നിറയാൻ ആഗ്രഹിക്കുന്ന റോസ്ലിൻ എന്ന മകനെ സമർപ്പിക്കാം. ജോലി തടസ്സം മാറാനും ഭവനം പുതുക്കിപ്പണിയാനും ആഗ്രഹിക്കുന്ന ജോസഫ് എന്ന മകനെ സമർപ്പിക്കാം. നഴ്സിംഗ് പഠനം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന അന്ന റോസ് എന്ന മകളെ സമർപ്പിക്കാം. വൈദിക പഠനം പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന അശ്വിൻ വർഗീസ് എന്ന മകനെ സമർപ്പിക്കാം. വിദേശത്ത് ജോലി ശരിയാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അമൽ എന്ന
മകനെ സമർപ്പിക്കാം. ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഷീൻ എന്ന മകനെ സമർപ്പിക്കാം. കുഴൽക്കിണറിൽ വെള്ളം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ബിന്ദു എന്ന മകളെ സമർപ്പിക്കാം. +1 അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന എഡ്വിൻ എന്ന മകനെ സമർപ്പിക്കാം. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ ആഗ്രഹിക്കുന്ന സാമുവേൽ എന്ന മകളെ സമർപ്പിക്കാം. വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്ന ലിബിൻ എന്ന മകനെ സമർപ്പിക്കാം. ഭവനം പണി ആഗ്രഹിക്കുന്ന ലിസി എന്ന മകളെ സമർപ്പിക്കാം. പഠന വൈകല്യം മാറാനും സ്വഭാവശീലങ്ങൾ മാറാനും ആഗ്രഹിക്കുന്ന റിയോൺ ഓസ്റ്റിൻ എന്ന മകനെ സമർപ്പിക്കാം. ബിസിനസ് മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്ന കിഷോർ എന്ന മകനെ സമർപ്പിക്കാം. MBBS യോഗ്യതാ പരീക്ഷ പാസ്സാകാൻ ആഗ്രഹിക്കുന്ന സഞ്ജു എന്ന മകനെ സമർപ്പിക്കാം. ഇവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് നമുക്ക് പാടി ആരാധിക്കാം. ക്ലേശം ദുരിതം പീഡനവും രോഗമനർത്ഥം ദാരിദ്ര്യം, ക്ലേശം ദുരിതം പീഡനവും രോഗമനർത്ഥം ദാരിദ്ര്യം ഒന്നും നിന്നെ അകറ്റരുതേ രക്ഷകനിൽ നിന്നൊരു നാളും. ഒന്നും നിന്നെ അകറ്റരുതേ രക്ഷകനിൽ നിന്നൊരു നാളും. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. ആദിയലായുസിനെ നീട്ടാനാവുമോ നരനുരകിൽ. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. ആദിയലായുസിനെ നീട്ടാനാകുമോ നരനുരകിൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ തിരുമുമ്പിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ ഭാരങ്ങളും ആകുലതകളും ദുഃഖങ്ങളും എല്ലാം നമ്മുടെ ഹൃദയത്തിലും ബുദ്ധിമണ്ഡലത്തിലും എല്ലാം ഉണ്ട്. എല്ലാ വിഷയങ്ങളിലേക്കും ഈശോയുടെ കരുത്തുള്ള കൈ നീളുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കേട്ട വചനങ്ങൾ നമുക്കൊന്ന് ഓർക്കണം. ഇസ്രായേൽ ജനത്തെ എത്രയോ അത്ഭുതകരമായി നടത്തിയ അതേ കർത്താവ് തന്നെയല്ലേ ഈ ദിവ്യകാരുണ്യത്തിലും ഇരിക്കുന്നത്. നമ്മൾ ഉറച്ചു വിശ്വസിക്കണം, നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അവന്റെ കരങ്ങൾക്ക് ബലം കുറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലേക്കും ഈ കരം ഇന്നും നീട്ടാൻ അവൻ ശക്തനാണ്. നമ്മളൊന്ന് വിശ്വസിച്ചാൽ മതി. അവൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും കൊടുങ്കാറ്റിനെ അടക്കിയതുപോലെ ശാസനാക്കാൻ അവൻ കരുത്തുള്ളവനാണ്. അവൻ ആഗ്രഹിക്കുന്നുണ്ട്. വചനത്തിൽ നമ്മൾ കേട്ടല്ലോ, മരുഭൂമിയിൽ യാതൊരു പ്രത്യാശയുമില്ലാത്ത മരുഭൂമിയിൽ അവൻ മേഘമായി കൂടുന്ന ഒരു ദൈവം. രാത്രിയിൽ അഗ്നിസ്തംഭമായി പ്രകാശമായി കൂടെ നടന്നൊരു കർത്താവ്. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ ഇരുളു മൂടുന്ന സമയത്ത് അവനെ ഒന്ന് വിളിച്ചാൽ അവൻ വെളിച്ചമായി പ്രകാശമായി നമ്മുടെ കൂടെ നടക്കും. ഇത് വാഗ്ദാനം ചെയ്യുന്നത് ദൈവമാണ്. കരുത്തുള്ള കർത്താവാണ്. അവൻ സകലതിനും മതിയായ ദൈവമാണ്. പ്രത്യാശയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ വചനത്തിൽ കേട്ടില്ലേ, പിതാവിലേക്കുള്ള വാതിലാണ് ഈശോ. നമ്മളൊരു വലിയ വാതിലിന്റെ മുൻപിലാണ് ഇരിക്കുന്നത്. ഓർക്കണം, ഈ വാതിൽ നമ്മൾക്കായി തുറന്നിട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഇത് അനുഗ്രഹത്തിന്റെ വാതിലാണ്. സ്വർഗരാജ്യത്തിലേക്കുള്ള അനുഗ്രഹത്തിന്റെ വാതിലിന്റെ മുൻപിലാണ് നമ്മൾ ഇരിക്കുന്നത്. അവന്റെ കയ്യിൽ സകല അനുഗ്രഹങ്ങളുമുണ്ട്. വചനത്തിൽ നമ്മൾ കേട്ടില്ലേ, അവന്റെ കയ്യിൽ സകല അനുഗ്രഹങ്ങളുമുണ്ട്. അവന്റെ കയ്യിൽ സമ്പത്തുണ്ട്. നിങ്ങളുടെ കടബാധ്യത മാറ്റാനുള്ള സമ്പത്ത് ദൈവത്തിന്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ രോഗപീഠകൾ സൗഖ്യമാക്കാൻ അവന് കഴിയും. നമുക്കൊന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. എന്തൊക്കെയാണ് നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മൾ എന്തെല്ലാം നിയോഗങ്ങളുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്.
പ്രിയപ്പെട്ടവരെ, നമ്മൾ വന്നതല്ല, കർത്താവ് നമ്മളെ വിളിച്ചതാണ്. ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തരെയും കർത്താവ് വിളിച്ചതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സ്വമേധയാ വന്നതല്ല. നമ്മളെ ഈശോ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ട് വന്നത് അനുഗ്രഹിക്കാനാണ്. നിങ്ങൾ വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ, ഈശോ അനുഗ്രഹത്തിൻ്റെ ദൈവമാണ്. അവൻ്റെ ആണിപ്പാടുള്ള കൈക്ക് ഇന്നും ബലം കുറഞ്ഞിട്ടില്ല. ഈശോ പറയുന്നു, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. എല്ലാ അനുഗ്രഹങ്ങളും അവൻ്റെ കയ്യിലുണ്ട്. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈശോയെ നമ്മൾ വിളിക്കണം. എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ? സമാധാനമില്ലാത്ത കുടുംബാന്തരീക്ഷമാണെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ വിളിക്കണം പ്രിയപ്പെട്ടവരെ. അവൻ കടന്നു വരും, അവൻ കടന്നു വരും. കൊടുങ്കാറ്റിനെ ശാന്തനാക്കിയ കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിറയ്ക്കും. ഇത് ഉറപ്പാണ്. അവൻ നൽകുന്ന വാഗ്ദാനമാണ്. മക്കളെ ഓർത്താണ് വേദനയെങ്കിൽ വിശ്വാസത്തോടെ നിങ്ങൾ കർത്താവിനെ വിളിക്കുക. എത്ര ഉപദേശിച്ചിട്ടും കേൾക്കാത്ത മക്കളുണ്ടെങ്കിൽ അവനെ വിളിക്കുക. കർത്താവ് കടന്നു വരും. എല്ലാ മേഖലകളിലേക്ക്, കടബാധ്യതയുടെ മേഖലകളിലേക്ക്, രോഗപീഠകളുടെ മേഖലകളിലേക്ക്, സമാധാനമില്ലാത്ത അവസ്ഥകളിലേക്ക്, വരുമാന മാർഗങ്ങളില്ലാത്ത അവസ്ഥകളിലേക്ക് കർത്താവിനെ വിളിക്കുക. അവൻ സകലത്തിനും മതിയായവനാണ്. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് കടന്നു വരണമേ എന്ന് കണ്ണീരോട് പ്രാർത്ഥിക്കണം. ഈശോയെ, നീ ഒന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കണം. കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ ദൈവമാണ്. അവൻ അനുഗ്രഹത്തിന്റെ ദൈവമാണ്. അവൻ സ്വർഗത്തിലേക്കുള്ള വാതിലാണ്. പരിശുദ്ധാത്മാവോട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹത്തിന്റെ കൈ, ആണിപ്പാടുള്ള കൈ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ നീട്ടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരബല പൂർണ്ണമായി വെളിപ്പെട് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബല പൂർണ്ണമായി വെളിപ്പെട് അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബല പൂർണ്ണമായി വെളിപ്പെട് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബല പൂർണ്ണമായി വെളിപ്പെട് അടയാളങ്ങൾ സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈജിപ്തിൽ മോശയുടെ കാര്യങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈജിപ്തിൽ മോശയുടെ കാര്യങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഉന്നത ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഉന്നത ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്ന്
ഇന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കുന്നു ഈശോയെ, ഈശോയെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. ഈശോ 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 ഈശോ. ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തളർന്നു പോകാതെ നമ്മൾ പ്രാർത്ഥിക്കണം. പലപ്പോഴും പ്രാർത്ഥിച്ചു മടുത്തു എന്ന് പലരും പറയുന്നു. തളർന്നു പോകാതെ പ്രാർത്ഥിക്കണം. അവൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടുന്നവനല്ല. നമ്മൾ കാത്തിരിക്കണം. കാത്തിരിപ്പിൻ്റെ എത്രയോ വചനങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അവൻ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഈശോ കൈനീട്ടി അനുഗ്രഹിക്കുന്ന സമയമാണിപ്പോൾ. എത്രയോ വിലപ്പെട്ട സമയമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ അതിരാവിലെ ഉണർന്ന് എന്തെല്ലാം കാര്യങ്ങൾ ക്രമീകരിച്ച് ഓടി ഇവിടെ വന്നിരിക്കുന്നത് അവൻ്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി. അവൻ സത്യമായും ദിവ്യകാരുണ്യത്തിലുണ്ട് കേട്ടോ. നിങ്ങൾ ഉറച്ച് വിശ്വസിക്കണം. നിങ്ങളുടെ കുറവ് നോക്കിയല്ല അവൻ അനുഗ്രഹിക്കുന്നത്. അവൻ കരുണയിലാണ് അനുഗ്രഹിക്കുന്നത്. ആരുടെയും പാപത്തിന്റെ എണ്ണം അവൻ നോക്കിയല്ല അനുഗ്രഹിക്കുന്നത്. മനം തകർന്നവരെ അവൻ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, കാനാൻകാരിയെ അനുഗ്രഹിച്ചതുപോലെ ഒരുപക്ഷെ നമ്മൾ തിരസ്കരിക്കപ്പെട്ടവരാണെങ്കിൽ പോലും അനുഗ്രഹം വാങ്ങിയിട്ടേ നമ്മൾ പോകാവൂ. വചനത്തിൽ നമ്മൾ കേട്ടത് മുഴുവനും അനുഗ്രഹത്തിന്റെ വചനമാണ്. സ്വർഗരാജ്യത്തിലേക്ക് നമ്മളെ വിളിക്കുന്ന സ്നേഹമാണ് നമ്മൾ കേട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം പരിശുദ്ധാത്മാവിന്റെ നിറവ്. അത് നമ്മൾ സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, വചനത്തിലുടനീളം കേട്ടതെല്ലാം ലൗകികമായ അനുഗ്രഹത്തെക്കുറിച്ച് മാത്രമല്ല. ഈശോ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്ക് കൈ ചൂണ്ടിയാണ് എപ്പോഴും ഈശോ സംസാരിച്ചത്. സിസ്റ്ററിന്റെ ക്ലാസ് വചനം പ്രഘോഷിക്കുമ്പോഴെല്ലാം ശ്രദ്ധിച്ചോ, സ്വർഗരാജ്യത്തിലേക്കാണ് ഈശോ വിരൽ ചൂണ്ടുന്നത്. നമുക്കതിന് തടസ്സമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് തടസ്സമായിട്ടുള്ള നമുക്ക് മാപ്പ് ചോദിച്ച് കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ അനുഗ്രഹം വാങ്ങിയിട്ടേ ഈ ആലയത്തിൽ നിന്ന് പോകാം. കർത്താവ് അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. വാങ്ങേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ ഒരുക്കക്കുറവുണ്ടെങ്കിൽ, നമ്മുടെ അനുതാപത്തിന്റെ കുറവുണ്ടെങ്കിൽ, ക്ഷമയുടെ മേഖലകളുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്ഷമിക്കണം. നമുക്ക് വേണ്ടി തന്നെ നമ്മൾ ക്ഷമിക്കണം. ഈശോയ്ക്ക് അനുഗ്രഹിക്കാൻ തടസ്സങ്ങളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും മറുപടി വാങ്ങിയിട്ടേ ഇവിടെ നിന്ന് നമ്മൾ പോകാം. ഈശോ അനുഗ്രഹത്തിന്റെ ദൈവമാണ്. മറ്റൊരു വാതിൽ നമുക്കില്ല പ്രിയപ്പെട്ടവരെ. ആശ്രയിച്ചവരെ, അപേക്ഷിച്ചവരെ ആരെയും അവൻ മാറ്റി നിർത്തിയില്ല. ബൈബിളിലുടനീളം അവൻ അനുഗ്രഹിക്കുന്നത് മാത്രമല്ലേ നമ്മൾ കാണുന്നത്. നമ്മുടെ നിയോഗങ്ങളെയെല്ലാം കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം ഈശോയോട് പറയണം, കർത്താവേ, ഞങ്ങൾ തളർന്നിരിക്കുന്നു, ഞങ്ങൾ നിസ്സഹായരാണ്, നീ കരുത്തുള്ള ദൈവമാണ്. ഞങ്ങളെ സുഖപ്പെടുത്താൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട് ഞങ്ങൾ നിൽക്കുമ്പോൾ കർത്താവേ, നീ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവം, മരുഭൂമിയിൽ വെള്ളം കൊടുത്ത ദൈവം, ചെങ്കടലിൽ വഴിയൊരുക്കിയ ദൈവം. കർത്താവേ, ഞങ്ങളുടെ കൺമുൻപിൽ ഒരു വഴി ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളുടെ കടബാധ്യത പരിഹരിക്കാൻ ഒരു
വഴി ഞങ്ങൾ കാണുന്നില്ല. ഈ രോഗപീഠയിൽ നിന്ന് മോചനം നേടാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. മക്കളെ നേർവഴിയിൽ വളർത്താൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഈശോയെ, അങ്ങൊന്ന് കടന്നു വന്ന് ഞങ്ങളുടെ കുടുംബത്തെ ഒന്ന് ഇടപെടും. പ്രിയപ്പെട്ടവരെ, അവൻ ഇടപെടും. ആരാധിക്കുന്ന പരിശുദ്ധാത്മാവെ, ആരാധന ആരാധന. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കുക. കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവിനെ അവിടുത്തെ അഭിഷേകം സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങിക്കൊണ്ട് പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ നിറയണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. വിശ്വാസത്താൽ ആരാധിക്കുന്നേ അമ്മ ഞങ്ങൾ മോഹത്തിന്റെ ആരാധിച്ചില്ല
നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന്